നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. വെന്നിയൂരിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ലോറിയുടെ പിന്നിലിടിച്ച് അപകടം. കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റയാളെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ചോക്കാട് ചിങ്കക്കല്ലിൽ ആദിവാസി കുടുംബങ്ങൾക്ക് ഒടുവിൽ വീട് വയ്ക്കാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചു. ITDP മുഖേനയാണ് ഗീതയ്ക്കും സരോജിനിക്കും വീട് നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചത്. വനം വകുപ്പ് വീട് നിർമ്മാണത്തിന് സമ്മതപത്രം നൽകി 1 വർഷമായതിനു ശേഷമാണ് ഫണ്ട് അനുവദിച്ചത്. പ്രവൃത്തി കൈമാറി 4 വർഷമായിട്ടും പാതി വഴിയിൽ തുടരുന്ന മേലാറ്റൂർ പുലാമന്തോൾ പാതയിൽ വീണ്ടും കുഴിയടിക്കൽ പദ്ധതി. ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതി വാങ്ങുന്ന കാര്യം ചൊവ്വാഴ്ച പെരിന്തൽമണ്ണ താലൂക്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ജില്ലയിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലെ ആദ്യ നടപടികൾ പൂർത്തിയായതോടെ സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്നവർക്ക് അധിക ബാച്ച് അനുവദിക്കുന്നതും കാത്തു നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. കണക്കുകൾ പ്രകാരം 9,880 പേർ സപ്ലിമെന്ററി ആദ്യഘട്ടത്തിൽ പുറത്തായി. മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് റോഡിന്റെ തുടക്കവും ഒടുക്കവും പുനർനിർമ്മാണം നടത്തി നടുഭാഗം പുനർനിർമ്മിക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കി പൊതുമരാമത്ത് വകുപ്പ്. അനുവദിച്ച ഫണ്ടിന് സാങ്കേതികാനുമതി ലഭിക്കാൻ വൈകുന്നത് മൂലമാണ് മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗത്തിന്റെ നിർമ്മാണം മാസങ്ങളായി അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ മലിനജല പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനായി നിർമ്മിച്ച പ്ലാന്റ് ഉദ്ഘാടനത്തിനൊരുങ്ങി. 1.5 കോടി രൂപ ചെലവിട്ടാണ് ആശുപത്രിയിൽ പ്ലാന്റ് സ്ഥാപിച്ചത്. 6 വരി പാത നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ ദീർഘദൂര ബസ്സുകൾ മണിക്കൂറുകളോളം വൈകുന്നതോടെ മലബാറിൽ നിന്നും ഷൊർണൂരിലേക്കും തിരിച്ചുമുള്ള ട്രെയിനുകളിൽ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയായി. മിക്ക ട്രെയിനുകളിലും കാലുകുത്താനിടമില്ലാത്ത അവസ്ഥയാണ്. പണി പുരോഗമിക്കുന്ന 6 വരി പാതയിൽ മഴ ശക്തമായതോടെ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും പതിവായതോടെ ഗതാഗതക്കുരുക്കും വർദ്ധിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതികളുടെ ബില്ലിൽ ജില്ലാ പഞ്ചായത്തിന്റെ 48 കോടി രൂപ സർക്കാർ പിടിച്ചുവച്ചത് നിയമപരമായി നേരിടാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ വർഷത്തെ തുകയും ഈ സാമ്പത്തിക വർഷത്തെ തുകയും അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും ഭരണസമിതി അംഗങ്ങൾ നേരിട്ടു കാണും. നടപടിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.